ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കൂർഗിൽ ചെയ്ത ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കൂർഗിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരേക്കുള്ള വഴിയാണ്. നല്ല മഴയായിരുന്നു കൂർഗിൽ എന്ന് പറഞ്ഞില്ലേ. കൂർഗ് വിട്ട് നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരും മഴ കുറഞ്ഞു വന്നു. അപ്പോൾ ഈ വ്ളോഗിൽ ഒരു ചെറിയ വ്ളോഗാണ്. ശ്രീരംഗപട്ടണത്ത് ഞങ്ങൾ താമസിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇൻ ആൻഡ് അറൗണ്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോകുമ്പോൾ ഒക്കെ കവർ ചെയ്ത് വരുന്ന സ്ഥലമാണ് മൈസൂർ, ശ്രീരംഗപട്ടണം, അതൊക്കെ. പക്ഷേ എപ്പോഴും ആ സ്ഥലങ്ങൾ യാത്രയിൽ അങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നതെന്നല്ലാണ്ട് അവിടെ അങ്ങനെ താമസിച്ചിട്ടോ എക്സ്പ്ലോർ ചെയ്തിട്ടോ ഇല്ല. അപ്പോൾ ശ്രീരംഗപട്ടണത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സൺഡേ രാത്രിയാണ് ഞങ്ങൾ മൈസൂർ എത്തിയത്. അപ്പോൾ സൺഡേ രാത്രി 7 തൊട്ട് 8 മണി വരെയുള്ള സമയത്താണ് മൈസൂർ പാലസ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് തെളിഞ്ഞ് കാണുക. നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോകാൻ പറ്റിയില്ല, പക്ഷെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. മൈസൂർ ദശരയും ഭയങ്കര ഫേമസ് ആണ്. അതിപ്പോൾ തുടങ്ങുന്ന സമയമായി. ശ്രീരംഗപട്ടണത്തിൻ്റെ എല്ലാ താമസ സൗകര്യത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ കാവേരി നദിയാണ്. കാവേരി നദിയിലേക്ക് ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് അവിടെയുള്ള താമസ സൗകര്യങ്ങളൊക്കെ. പിന്നെ രംഗൻതിട്ടു ബേർഡ് സാങ്ച്വറി, അതാണ് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം, നല്ല രസമുള്ളൊരു സ്ഥലം. പിന്നെ കുറേ അധികം ടെമ്പിൾസും, അതൊക്കെയാണ് ശ്രീരംഗപട്ടണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സ്ഥലം. അപ്പോൾ മൈസൂർ വലിയ ഫേമസ് ആവുന്നതിന് മുന്നേ ശ്രീരംഗപട്ടണം ആയിരുന്നു. ഞങ്ങൾ താമസിച്ച കർണാടക ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ മയൂര എന്ന് പറഞ്ഞ ഒരു സ്റ്റേൻ്റെ കൂടെയുള്ള ഒരു ഓപ്ഷനാണിത്. അവിടെ അതിന് ഒരാൾക്ക് 300 രൂപ എക്സ്ട്രാ കൊടുക്കണം. റൗണ്ട് ആയിട്ടുള്ള ഒരു തോണി പോലെയുള്ളൊരു സാധനം, എന്താ അതിനെ പറയാന്നറിയില്ല. അപ്പോൾ അത് കൊണ്ട് ഒരു റൈഡ് നമുക്ക് വേണമെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ കുറേ ദൂരം പോകുമ്പോൾ അതിൻ്റെ ചാർജ് കൂടും. ഇപ്പോൾ ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ വരെ പോയി തിരിച്ചു വരാം. അത് നല്ല രസമുള്ള ഒരു കാര്യമായിരുന്നു രാവിലെ തന്നെ ചെയ്യാൻ. Take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine now. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. You wanna know is how to hold on to it every moment. Dive into it like my love is an ocean. It's overflowing. I swear it's golden. So good that I'm rolling. Baby, you make me crazy. I'm seeing roses. Baby, just maybe you save me. Oh, take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine. Take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine now. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. You wanna do is move with me, I'm seeing blue, yeah. In a disco colored room, hearts are blooming. It's so consuming. Love what you're doing, so good that I'm doomed, yeah. Baby, you make me crazy. I'm seeing roses. Baby, just maybe you save me. Oh, take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine now. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. Na na na. ശ്രീരംഗപട്ടണത്ത് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരു 5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അമ്പലമാണിത്. അവിടെ കിടക്കുന്ന വിഷ്ണുവിൻ്റെ സ്റ്റാച്യൂവിലെ ഏറ്റവും വലിയ കർണാടകത്തെ ടെമ്പിളാണിത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി യങ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ
പോയി. അതും നല്ലൊരു പ്രോപ്പർട്ടിയാണ് താമസിക്കാനൊക്കെ. അതിൻ്റെ റിവർ സൈഡിലാണ്, കാവേരി റിവറിൻ്റെ സൈഡിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ശ്രീരംഗപട്ടണത്ത്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ.